ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു സിക്ക് വ്ലോഗാണ്. എക്സാക്റ്റ് സിക്ക് വ്ലോഗാണെന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ യെസ്റ്റർഡേ വാസ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ദിവസം. കാരണം എനിക്ക് പെട്ടെന്നൊരു വയറുവേദന വന്ന് ഞാൻ ഹോസ്പിറ്റലിലായി. ഹോസ്പിറ്റലിൽ പോയി എനിക്കൊരു ട്രിപ്പ് ഇടേണ്ട ആവശ്യം വന്നു. സോ എനിക്ക് യെസ്റ്റർഡേ ഇഷ്ടമേ അല്ല. അപ്പോൾ ഞാൻ ഓർത്തു, നോർമലി ഇങ്ങനെ പനിയൊക്കെ വരും, പനിയല്ല എനിക്കൊന്ന് വയറുവേദനയാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈമുകളിലൊക്കെയാണ് നമുക്ക് എന്താ പറയുക, പുറത്തോട്ടൊക്കെ പോകാൻ തോന്നുന്നത്. അയ്യോ അതങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. സോ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ജസ്റ്റ് ചെറിയൊരു കറക്കാം. കാരണം ഞാൻ വയറുവേദനയാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി മൂഡ് ഓഫ് ആകും. സോ അച്ഛൻ പറഞ്ഞു നമുക്കൊരു കറക്കം പോയിട്ട് വരാം. ശരി, നമ്മൾ റെഡി ആയിട്ട് പോകണം. ഞാൻ വിചാരിച്ചു പോയൊരു എനിക്ക് ഫ്രൂട്ട് ബേ കഴിക്കാൻ ഇഷ്ടമാണ്. സോ ഫ്രൂട്ട് ബേ പോയിട്ട് ഒരു വോഫൽസ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ അതും കൂടെ കഴിക്കാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം നമുക്ക് അധികം മേക്കപ്പ് ഒന്നും വേണ്ട. ഓക്കെ, ഞാനിന്ന് കുളിച്ചു. എന്താണെന്നറിയില്ല, ഞാൻ കുളിച്ചു. ഹായ്, ഹലോ. ഇത് ഞാൻ ഫേസിൻ്റെ അവിടെ വെച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവരും കുളിച്ചു. എൻ്റെ മുടി കുറച്ചുകൂടി കേളിയായി. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഷാമ്പു കണ്ടീഷണർ. എൻ്റെ ഹെയർ ഐ തിങ്ക് കേളി ഹെയർ ആണ്. നല്ല ഭംഗിയുണ്ട് സത്യമായിട്ടും. ഈ പുറകിലെല്ലാം നല്ല കേളായിരുന്നു. എപ്പോഴും ഇങ്ങനെ കേളി ഹെയർ ആവുമ്പോൾ ഇങ്ങനെ ചെയ്യാം. എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മുടി കേളി ഹെയർ ആയിട്ട് കാണാനായിട്ട്. ഇങ്ങനെ ഇതൊക്കെ കാണിച്ചു തരാം. നല്ല ഇതായിട്ട്, പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ പോകും. ക്രീം തേക്കണം. അയ്യോ, സത്യം പറഞ്ഞാൽ ഇന്നലത്തെ വയറുവേദന ഞാൻ അത്ര കാര്യമാക്കിയതേ ഇല്ല. കാരണം പെട്ടെന്ന് വന്നായിരുന്നു. അയ്യോ, അതെന്നെ ശരിക്കും അത് വല്ലാതാക്കി കളഞ്ഞു. പിന്നെ പെട്ടെന്ന് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി ട്രിപ്പിട്ടു. അയ്യോ, ഇന്നലെ ഞാൻ ട്രിപ്പിട്ട് ഭയങ്കര, അയ്യോ ആ കോട്ടനൊക്കെ ഇപ്പോഴും ഇരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇന്നലെ എനിക്ക് ട്രിപ്പിട്ടു. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു കയ്യിൽ. സീനിടയായിരുന്നു. ഈ വർഷത്തിലെ ആദ്യത്തെ പനിയല്ല, ഇതിന് മുന്നേ ഞങ്ങൾക്ക് 4 പേർക്ക് പനി വന്നു. സോ ഇതിൽ സെക്കൻഡ്. ഇത് പനിയെന്ന് പറയാൻ പറ്റില്ല, വയറുവേദന അല്ലേ. സോ നമുക്കിതൊരു പനിയായിട്ട് കൂട്ടാൻ പറ്റില്ല. പിന്നെ അച്ഛനും പറഞ്ഞു ഇങ്ങനെ പനിയായിട്ടിരുന്നാൽ അത് പനിയായിട്ട് തന്നെ ഇരിക്കും. അന്ന് എണീറ്റ് റെഡിയായി ഫ്രഷായി കുളിച്ചൊക്കെ വരുമ്പോൾ അതങ്ങ് പോവും, നമ്മൾ പോലും അറിയില്ല. പിന്നെ ഞാൻ ഇന്ന് കഞ്ഞി കുടിക്കാനെടുത്തു. കഞ്ഞി പക്ഷെ ഞാൻ കുടിച്ചില്ല, കാരണം എനിക്ക് കുടിക്കാനുള്ളൊരു ഇഷ്ടം വന്നില്ല. ഇനി എല്ലാവരും റെഡി ആയിട്ടൊക്കെ വരണം. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി പുറത്ത് പോകും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരുക്കം എന്ന് പറയുന്നത് കുറച്ചുകൂടി ലിപ്സ്റ്റിക് ഇടാം. മൈ കറണ്ട് ഫേവറേറ്റ് ലിപ് ഷെയ്ഡാണ് ഇത്. നല്ലതായിട്ടുണ്ട്. പിന്നൊന്നുമില്ല, ഞാൻ റെഡിയായി. പിന്നെ ഈ ഒരു വാച്ച് ഇടാം. ഓൾവേസ് വാച്ച്. സിക്ക് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിൽ മനസ്സിലാവും ഞാൻ ഭയങ്കര ആക്റ്റീവ് അല്ല. കാരണം എനിക്ക് വയറുവേദന അത്ര കുറഞ്ഞിട്ടില്ല, ഇനി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതാ. ഹായ് ഹായ്, റെഡിയാണോ പോകാൻ? ഇപ്പോൾ എവിടെയൊക്കെ സമയം 3:45. ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ പോകുന്ന? നമ്മൾ ആദ്യം പോകുന്നത് ഫ്രൂട്ട് ബേ, അത് കഴിഞ്ഞിട്ട് ഡിമാർട്ട്, ഓക്കെ, അത് കഴിഞ്ഞിട്ട് തിരിച്ച് കറങ്ങി ഇങ്ങ് വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയാണ്. ഓക്കെ, അപ്പം ഞാനാണ് ഇനി റെഡി ആകേണ്ടത് എന്നാണോ? അപ്പം ഇനി ഞാൻ റെഡി ആകാനായിട്ട് എൻ്റെ ഹെയർ ഇങ്ങനെയൊക്കെ ഇടും. പിന്നെ ഇറങ്ങിട്ടു, ചെയിൻ ഇട്ടു, ഇത്രേ ഉള്ളൂ. നമ്മളിനി പോകണം. അമ്മ, ഞാനുണ്ടല്ലോ 0-ലും അമർത്തി 3-ലും അമർത്തി. ഉറക്കം തൂങ്ങിയൊരു ഇതല്ലേ ഞാനല്ലേ. ഉറക്കം തൂങ്ങി നിൽക്കുന്നു.
ലിപ്സ് നല്ല നോ മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ട്? സത്യം തല ഗുളിക ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറും. യാ 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 യാ. എന്തായാലും ആ ഒരു ഓഫൽസ് കഴിച്ചാൽ മാത്രമേ ഞാൻ ആക്റ്റീവ് ആകത്തുള്ളൂ. നമ്മൾ നടന്നു പോകുന്ന കാണിക്കാം. ഇതാ നിങ്ങളെല്ലാവരും കണ്ടോ അവിടെ നടന്നു പോകുന്നത്? നടക്ക് നടക്ക്, നല്ലപോലെ നടക്ക്, തിരിഞ്ഞു നോക്ക്. ഈ ഞാൻ പറഞ്ഞില്ലേ ഓഫൽസ് കഴിച്ചാൽ അതിന് ഓക്കെ ആകത്തുള്ളൂ. അയ്യോ സ്ട്രെങ്ത് കിട്ടുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി വന്ന് അടഞ്ഞു. ഓക്കെ നമ്മളങ്ങനെ ഫ്രൂട്ട് ബേയിലെത്തി. വെയിലടിക്കുന്നു. ശരിയാണ്, ഓഫൽസ് ഒക്കെ കൊണ്ടുപോയി നമ്മൾ 4 പേർക്ക് ഇരിക്കാം. ഭയങ്കര വെയിലെത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഭയങ്കരമായിട്ട് വെയിലടിച്ചു. മെനു എടുക്കണ്ടേ? ഇവിടെ വന്നപ്പോഴും എനിക്ക് ഉണക്കം വരുന്നത്. ഞാൻ അപ്പുറത്തിരിക്കണം. വെട്ടമില്ല, മീൻസ് വെട്ടമുണ്ട്. ഇല്ല ഇന്നത്തെ ദിവസം അവൈലബിൾ അല്ല. സോ എൻ്റെ ഫുൾ ക്രേവിങ്സ് എന്ന് പറയത്തില്ല, അത് പോകും. പിന്നെ ഞാൻ ഒരു 6 സൺഡേ അല്ലേ, അതിപ്പോൾ ഉണ്ടോ എന്തോ, അവൈലബിൾ ആണെങ്കിൽ അത് കഴിക്കാൻ ചോദിച്ചു. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അതെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ വിളിച്ചിട്ടുണ്ടോ? അവൈലബിൾ ആണെങ്കിൽ കഴിക്കും. ஓஃபீஸ் இருக்கா? அப்படியா? அப்போ அதுக்கப்புறம் வந்து ஸ்ட்ராபெரி ரெகுலராக நான் தான் சாப்பிடுவேன். வாங்கிட்டேன். அப்புறம் இந்த ஷ்ரெட்டட் சிக்கன் சாண்ட்விச் உண்டு. പിന്നെ இந்த ബ്രൊക്കോളി വിത്ത് പ്രോൺസ് இருக்கா സാലഡിൽ? അതും ഉണ്ട്. പക്ഷേ ഈ ഒരു സാൻഡ്വിച്ച്, ഈ ഒരു സാലഡ് വാങ്ങി കഴിക്കുമോ? നമ്മൾ 4 പുഴ പോയിട്ട് കഴിച്ചത് ചിക്കൻ കേസ് കഴിക്കുമല്ലോ. இந்த ഗായ്സ് എന്തിനു വിയർക്കുന്ന AC ഇട്ടിട്ടുണ്ടോ? ഗായ്സ് നമുക്ക് വോഫിൾസ് അവൈലബിൾ ആണോ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. സോ ഐ ആം എക്സൈറ്റഡ്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഞാൻ തിരിച്ചു വന്നത്. റിയലി അച്ഛൻ പറ, ഞാൻ ഇന്ന് ഇത് കഴിക്കാനല്ലേ വന്ന, ഓഫിൾസ് കഴിക്കാനല്ലേ വന്ന. ഇന്ന് കഴിക്കാൻ വന്ന സാധനം എന്തോ കാരണത്താൽ ഇല്ല. അപ്പോൾ അതിന് പകരം അമൃത വേറെ എന്തോ ഓർഡർ ചെയ്തു. പിന്നെ ഇവിടെ മിക്കവാറും വരുമ്പോൾ ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ ഓർഡർ ചെയ്യണത് അവർ മാക്സിമം ശ്രമിക്കും അത് റെഡിയാക്കി തരാം. താങ്ക് യു. ஃப்ரூட்டி ஃப்ளேவர் ஆமாம் சரி. ഗായ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ കഴിക്കാം. കാരണം ഒരുപാടായി ഞാൻ കഴിച്ചിട്ട്. നീ കഴിച്ചിട്ട് ഒരുപാടായില്ലേ? ഞാൻ അമ്മ ഇതൊന്നും വേണ്ട. നമ്മൾ ഫുഡ്
കഴിക്കാനും വന്നു എന്തായാലും ഇതെല്ലാം കഴിച്ച് അടിച്ച് കുടിച്ചിട്ട് പോകും. പിന്നെ കുഴപ്പമില്ലല്ലോ കഴിക്കുന്നതിൽ. നിന്റെ കാര്യമുള്ളൂ. അതാണ് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, കഴിക്കാം. കാരണം വായിക്കകത്തെല്ലാം കയ്പ്പ് വരുന്നു. ആ പനിയുണ്ട്. പനിയില്ല എനിക്ക്. പനിയില്ല, എന്നാലാ വേദനയുടെ ഒരു അതെന്തോന്നാണ് നമ്മുടെ പെട്ടെന്നൊരു വേദന. ശരിയാണ്. ഓറഞ്ച് എനിക്ക് ഓറഞ്ച്. അച്ഛന് മുന്തിരി ഗ്രേപ്പ് കഴിച്ചോ? 2 പേർക്ക് വരാം. അമ്പല്ലോ കലക്കിയിട്ട് കുടിക്കാൻ പറ്റും. കുഴപ്പമില്ല. ഇല്ലല്ല അത് കുഴപ്പമില്ല. കൊള്ളാല്ലേ പൈനാപ്പിൾ? ആ സാലഡ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനിത് ആലപ്പുഴ പോയപ്പോൾ ട്രൈ ചെയ്തായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കഴിക്കേ നമുക്ക് 2 പേർക്കും കൂടെ ഒന്നുമില്ല. ഇതെന്ത് സാധനം? അതിൻ്റെ കൂടെ സ്ട്രോബെറി കൂടെ കഴിക്കണം. ഞാനും അങ്ങനെ ട്രൈ ചെയ്യാം. ഇതെല്ലാം കഴിക്കണതാണ്. ഒരുപാട് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് കഴിക്കണമെന്നാണ്. ആ ഇതിന് മറ്റേ സാധനമില്ല, അതാണ് ഞാൻ കുറേ നേരം നോക്കുന്നത്. അതിപ്പോൾ വരും. ഇലയില്ല. നിങ്ങളെന്ത് പ്രോൺസ് കഴിക്കുന്നു? അമൃത കഴിച്ചാൽ ശരിയാകും. കൊതിയുണ്ട്, പക്ഷേ വേണ്ട. സീനാണ്. കൊതിയൊന്നും വരുന്നു നിർത്തിവിടെ വെച്ചാൽ ഇത്രയും വീട്ടില്ല. ഗൈസ്, അമല പ്രോൺസിൻ്റെ ഒരു സാലഡാണ് വാങ്ങിയ. ഓ, താഴെ കളഞ്ഞു. കുഴപ്പമില്ല, ഞാൻ കഴിക്കും. അങ്ങനെ എടുത്തിന് കളഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഹാരം വേസ്റ്റ് ചെയ്യാറില്ല. ഓ ഓക്കെ. ചോറ് സേവ് ചെയ്യാൻ ഒരാൾ ചോറ് സേവ് ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്പയർഡ് ആയിരിക്കണം. ഗൈസ്, അമല പ്രോൺ സാലഡ് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കഴിക്കാൻ കൊതിയുണ്ട്, ബട്ട് ഞാൻ കഴിക്കുന്നില്ല. കാരണം എനിക്ക് വയറ് ശരിയാകത്തില്ല. ഒരു ചിക്കൻ്റെ സാലഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അയ്യോ അമല, ദിസ് ഈസ് ഓൾ ടൈം മൈ ഫേവറേറ്റ് ആണ്. എന്തോന്ന് ഷ്രെഡഡ് ചിക്കൻ സാൻഡ്വിച്ച്. ഷ്രെഡഡ്, ഞാൻ ഷേർഷിൽ നിന്നൊക്കെ പറഞ്ഞു. ഷ്രെഡഡ് ചിക്കൻ സാൻഡ്വിച്ച് ആണ്. അടിപൊളിയാണ്. കഴിച്ചു, ബട്ട്
സ്റ്റിൽ ഐ ഹാവ് ആ ഒരു തലകറക്കം. ഐ ഡോണ്ട് നോ വൈ. മേ ബി ആ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചുകൊണ്ടായിരിക്കാം. ഫുള്ളൊരു ആക്റ്റീവ്നെസ് ഇല്ലാത്തൊരു വ്ളോഗായിരിക്കും ഇത്. ഫുഡ് കഴിച്ചിട്ടായില്ല. പിന്നെ വോഫൽസ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൺഡേ 6th സൺഡേ വരെയാണ് നമ്മളത് കഴിക്കാൻ പോവാണ്. കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് കുറേ ആയി. ഗൈസ്, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന അച്ഛൻ്റെ വീഡിയോ ലൈവായിട്ടാണേ. ഞാനിവിടെ എടുക്കുന്നു, അച്ഛനോട് പറയുന്നു ഏതാ ഫേവറേറ്റ് ഫ്ലേവർ എന്നുള്ള. ഓക്കെ ഗൈസ്, നമുക്ക് തിരിഞ്ഞു വരാം. സോ നമ്മളിപ്പോൾ അച്ഛൻ്റെ വീഡിയോ ആണ് കാണുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. അച്ഛൻ കഴിച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റും. ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഭയങ്കര ഭ്രാന്ത് പിടിച്ച ലവറാണ്. സോ അതേത് ഫ്ലേവർ അതൊന്നും അറിയുന്നില്ല. ഇത് കയ്യിൽ കൂടെ വരുന്നു. ക്യാരമലാണോ? ബട്ടർ സ്കോച്ച് ആണ്. ഒരു സ്പൂൺ ഞാൻ നേരത്തെ അടുത്തൊക്കെ കഴിക്കേണ്ടത് മെറ്റമാണ്. പാഷൻ ഫ്രൂട്ടാണ്. എല്ലാം കൂടെ ഇട്ട് കഴിയും. എങ്ങനെ ചെയ്താൽ വെച്ചേക്കുന്നത് വീഡിയോയാണ്. അന്ന് നമ്മളിവിടെ അല്ലേ ഇരുന്നത്. ഇത് അടിച്ചിട്ടുണ്ട്. കഴിച്ചോ? വീഡിയോ ആണെന്ന്. ഓക്കെ, പൊളിയില്ലേ? അമ്മയ്ക്ക് അതാണ് ഇഷ്ടം. ഓക്കെ, നീ കഴിക്കുന്നവിടെ കാണിക്കാം. ഏതും എടുക്കുമോ? ഞാൻ കഴിക്കുന്നത് ആദ്യം കഴിച്ചിട്ട് എടുക്കുള്ളൂ അല്ലേ? പാഷൻ ഫ്രൂട്ട് തൊട്ട് വേറെ പരിപാടിയില്ല. കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നില്ല? ഇല്ല. ഇപ്പോൾ കാണാം. ഓക്കെ, ഡൺ. റൈറ്റ് വെച്ച് കട്ട് ചെയ്യുക, ലെഫ്റ്റ് എടുത്ത് കഴിക്കുക. പൊടി വരും. ഓക്കേ. എങ്ങനെയുണ്ട്? സെറ്റ്. പൊളി. നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട്. വൈറ്റ് ചോക്ലേറ്റ് ആണോ അത്? സംഭവം പൊളിയായിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ട് കഴിച്ചില്ല. നമുക്ക് അങ്ങ് പോയി പോണ്ട, ഹസ്ബൻഡ് അങ്ങ് പോയി പോണ്ട, നമുക്ക് ഇവിടെ പോകും കേട്ടോ. അടിപൊളി. ഓ, അതാണ് എളുപ്പം. അറിഞ്ഞൂടാ, കുറച്ച് പോയാൽ മതി. എൻ്റെ ഓഫീസ് ഹസ്ബൻഡ് അവിടെ നിന്നൊക്കെ പോകുമ്പോഴത്തേക്ക് സ്ട്രോബെറിയാ അമലക്ക് വരുന്ന കറുത്ത്. ഗൈസ്, അമലയുടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, വെയിൽ പോയി. ഇതൊരു ഫോക്കസ് എടുത്ത് ഞാൻ എപ്പോൾ ഫോട്ടോ എടുക്കും. ഫോട്ടോ ടൈമാണ്. കഴിച്ചു വെച്ച് അമ്മ കൈ വെച്ച് കഴിക്കുന്നു വോഫൽസിനെ. അവസ്ഥ അങ്ങനെയായിരിക്കും. കാരണം എനിക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടല്ലോ, ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കൈ വെച്ച് വെച്ചാൽ എനിക്ക് ടേസ്റ്റ് വരുത്തുള്ളൂ. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക, അല്ലാതെ ട്രൈ ചെയ്യരുത്. സോ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അമലേൻ്റെ എൻ്റെ ഫോണ് കാണിക്ക്.
പൊട്ടിപ്പോയി, ടെമ്പേർഡ് പൊട്ടി. സോ സീനായിപ്പോയി ഗൈസ്. സോ അത് ശരിയാക്കാൻ വന്നേക്കാണ്. ചെറിയ രീതിയിൽ തലകറക്കൊക്കെ ഉണ്ട്. ഫുഡിരിക്കുന്ന കളിയാക്കുന്നു നോക്ക്. എൻ്റെ ഫുഡ് ഇരിക്കുമ്പോൾ അതെടുത്ത് കളയാനില്ല. നമ്മൾ DMart വന്നു. എനിക്ക് ക്ഷീണം വന്നു സത്യം. പക്ഷെ സാധനം ഇന്നലെ നമ്മൾ പോയേണ്ട ആ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. സീരിയസ്ലി എനിക്ക് വയറൊക്കെ ഒരുമാതിരി ആവുന്നു. പൊട്ടി വോമിറ്റിങ്ങുണ്ട്. അതും അറിയാൻ പറ്റില്ല. ഫോണിൻ്റെ ആവശ്യമുണ്ടോ? ഈ ഫോണിലൂടെ വെച്ചിട്ട് വരട്ടാ ചെയ്യുന്നത്. കന്നാസിലുള്ള 5 ലിറ്റർ എണ്ണ. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് 5 ലിറ്റർ എണ്ണ വാങ്ങുന്നു. ക്ലീൻ ചെയ്യാനുള്ള മോപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ വേണം. കാരണം നമ്മുടെ വീട്ടിൽ കോഫി ഉണ്ട്. കോഫി ഓൾവേസ് അവൻ ഇല്ലാതാക്കും. പിന്നെ ഇപ്രാവശ്യം ഓറിയോ വീട്ടിലാണ്. തിരിച്ചു പോയിട്ടാണ് അവരിനി കാണിക്കാൻ. ചെറിയ മിസ്സിങ്ങൊക്കെ ആണ് കോഫിക്ക് ഓറിയോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കോഫീൻ്റെ ടോയ്സൊക്കെ എടുത്തിട്ട് അല്ലല്ല ഓറിയോൻ്റെ ടോയ്സ് എല്ലാം ഇവിടുത്തെ വിട്ടിരിക്കുന്നത്. കോഫി എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എടുത്തിട്ട്. അതൊക്കെ അവനെ മിസ് ചെയ്യുന്നു. ചെറിയ രീതിയിൽ എനിക്ക് തലകറക്കമുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ലുലു പോലെ അല്ലേ? നമ്മുടെ ഇവിടെ ലുലു പോലെ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് കാണും പോലെയൊന്നുമല്ല. സോമനി അതിൻ്റെ അകത്തോട്ടുണ്ട്. ഷോറൂം പോലെയാണ്. കാർ ഷോറൂം അല്ല. ഓക്കെ, ഷോറൂം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ്. ഇല്ല, ആ ഫാനല്ല. ട്രോളിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ട്രോളിൻ്റെ ആവശ്യമുണ്ടോ? ട്രോളിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഗൈസ് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ തലകറക്കാണെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങും. ആ ടവല് വാങ്ങുന്നത് മുകളിലാണ്. മുകളിൽ അമല വന്നില്ല. ഗായ്സ്, നമുക്കിന്ന് ഒന്നും വാങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരിക്കലും ഇല്ലാത്തൊരു തിരക്കാണ് ഇവിടെ. ഞായറാഴ്ച അല്ല, ഇന്ന് ഞായറാണോ? ശനിയല്ലേ? ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ഓവർ തിരക്കാണ്. സോ നമ്മൾ അതേപോലെ തിരിച്ചിറങ്ങാണ്. നോക്കി നമ്മൾ അതുപോലെ തന്നെ തിരിച്ചിറങ്ങി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് DMartൽ വന്നിട്ട് വാങ്ങാതെ തിരിച്ചു പോകുന്നത്. കാരണം അത്രയ്ക്ക് തിരക്കുണ്ട്. ബില്ലിംഗ് സെക്ഷനിലൊക്കെ ഭയങ്കര തിരക്കാണ്. ട്രോളി പോലും കിട്ടാനില്ല. ഒരു ട്രോളി പോലും എടുക്കാൻ വയ്യത്. ഇപ്പൊ ട്രോളീസ് മാത്രം കൊണ്ടുപോകുന്നു. നമ്മളെ പറ, ഞാൻ ഭയങ്കര ഇതായിപ്പോയി. ഭയങ്കര തിരക്കായി. എൻ്റെ ഇന്നത്തെ മൂഡ് പോയി. ഒന്നാമത് എനിക്ക് വയ്യ, അതറിയാമോ? അതിൻ്റെ കൂടെയാണ് ഞാൻ എന്താ പറയാ, ഒന്നത് വയ്യ, ഫുൾ തലയിറക്കമാണ്. അമലയുടെ അടുത്ത് ഞാൻ കൊണ്ടുവരില്ല. കാരണം സർ മൂഡെന്ന് പറയുന്ന സാധനം പോയി. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരില്ല. തിരക്കുള്ളതേ, നമ്മളെപ്പോൾ വന്നാലും അങ്ങനെ തിരക്കില്ലാത്തൊരു സത്യം. ഇവിടെ പാർക്കിംഗ് എല്ലാം ഫുള്ളാണ്, പുറത്തുമൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ശനിയാഴ്ച ദിവസങ്ങളിൽ DMart കംപ്ലീറ്റ്ലി വരരുത്. സാറ്റർഡേ ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ വരരുത് എന്നാണ്. ഓക്കെ, എൻ്റെ വയർ എനിക്ക് വീണ്ടും വേദന എടുക്കും. നേരത്തെ ഫുഡ് കഴിച്ചത് നന്നായി. ശരിയാണ്. കുറച്ചുകൂടെ നൈറ്റാണ് വന്നിരുന്നെങ്കിലും കാറ് കുറച്ചുകൂടി ഇതേ അവിടെയാണ് ഇട്ട്. അതേ ഇവിടെ. ഓക്കെ, സോ നമ്മളുടെ അൺസക്സസ്ഫുൾ ആയിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് ലെഫ്റ്റ് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ ഒന്നും പർച്ചേസിങ് ഒന്നും നടന്നില്ല. ഓക്കെ, സോ നമ്മൾ പോകുന്നു.